ഹലോ, ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് മസായ് മാരയിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫുൾ ഡേ ഗെയിം ഡ്രൈവാണ്. അതായത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വൈകിട്ട് വരെ ഞങ്ങൾ മസായ് മാരയിൽ തന്നെയാണ്, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു എയർ സ്ട്രിപ്പിലേക്കാണ് കേട്ടോ പോയത്. ഇത് മസായ് മാരയിലെ ഒരു എയർ സ്ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നൈറോബിയിൽ നിന്ന് 5 hours ബൈ റോഡ് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എയർ സ്ട്രിപ്പ് വഴി വരാണെങ്കിൽ 1 hour ഉള്ളൂ ട്രാവൽ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ആ ചെറിയ ചോപ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പൈലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മോൻ കയറിയിരിക്കണതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് ഒത്തിരി ആനിമൽസിനെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ പോകുന്നതാണ് ഒരു ഓസ്ട്രിച്ച്. അതൊരു മെയിൽ ഓസ്ട്രിച്ചാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂസ് ഉണ്ടായിരുന്നു. ഈ വെള്ളം പോകുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ ബബൂൺസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു കുറുക്കൻ സീബ്രാനെ കൊന്നു തിന്നതിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അത് സിംഹമൊക്കെ കഴിച്ചിട്ട് ബാക്കിയാവുന്നത് ഇവർ ഈ കുറുക്കന്മാരൊക്കെ വന്ന് കഴിക്കുന്നതാണെന്ന് പറഞ്ഞു. കുറച്ച് നേരം ഈ കാഴ്ചയൊക്കെ നോക്കി അവിടെ നിന്നു. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു സിംഹത്തിൻ്റെ കൂട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ സഫാരിയിലുള്ള എല്ലാ ഡ്രൈവേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സ്പോട്ടിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ലയണസും അതിൻ്റെ കബ്സിനെയും കാണാൻ പറ്റിയിട്ടോ. വലിയൊരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അതിനെ പ്രോപ്പർലി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡ്രൈവർ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് പോകുന്നത്. അവർ ആ വൈൽഡിൽ തന്നെ അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് എലിഫൻസിനെയും ഒക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു മണിയൊക്കെ ഒരു ടൈമായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ളൊരു ഒരുക്കത്തിലായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ബുഷിലിരുന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് പ്രോബബ്ലി സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണ്, കാരണം അവർക്കറിയാം എവിടെ നിന്നാണൊക്കെ അനിമൽസ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മാറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഓൾറെഡി ഫുഡ് പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ ഫുൾ ഡേ ഗെയിം ഡ്രൈവിന് വരുന്നവർ ഇതുപോലെ തന്നെയാണ് ലഞ്ചൊക്കെ കഴിക്കുന്നത്. ഭയങ്കര വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു ക്ലൈമറ്റിൽ ആ ഒരു കാടിൻ്റെ നടുക്കിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ പോയത് മാരാ റിവർ കാണാനാണ് കേട്ടോ. അപ്പോൾ ഈ റിവറിലാണ് മെയിനായിട്ട് മൈഗ്രേഷൻ നടക്കുന്ന റിവർ. അപ്പോൾ നമ്മൾ നാഷണൽ ജോഗ്രഫിക്കിലൊക്കെ കാണുന്ന ആ ഒരു റിവറാണിത്, മാരാ റിവർ. മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ റിവർ ക്രോസ് ചെയ്തിട്ടാണ് വൈൽഡ് ബീസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ക്രൊക്കഡൈൽസൊക്കെ ഈ റിവറിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. പുള്ളിക്കാരൻ നടന്ന് കാഴ്ചകളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാണ്. അപ്പം നമുക്ക് ആ റിവറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രൊക്കഡൈൽസ് അടിയിൽ കിടക്കുന്നത് കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കുറേ ഹിപ്പോസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാണ് ഈ വഴിയാണ് ഓടി കയറുന്നത് വൈൽഡ് ബീസ്റ്റ് എല്ലാം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ടാൻസാനിയ ബോർഡർ കാണാനാണ് കേട്ടോ. ഇതാണ് ഇൻ്റർനാഷണൽ ബോർഡർ ഓഫ് കെനിയ ആൻഡ് ടാൻസാനിയ. അപ്പോൾ ഇതാണ് അവരുടെ, അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ടാൻസാനിയാണ്, ഇപ്പുറത്ത് കെനിയും. ഈ ഒരു സ്റ്റോണിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡ് കെനിയ, KE മെൻഷൻ ചെയ്തിരിക്കുന്നത് കെനിയയും, അതുപോലെ തന്നെ TZ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ടാൻസാനിയൻ്റെ സൈഡാണ് കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് പോവുകയാണ്.
അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. പോകുന്ന വഴിക്കും കുറേ വേറെ അനിമൽസ് ആയിട്ടുള്ള ജീറാഫ്, സീബ്ര അതിനെയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഗെയിം ഡ്രൈവൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2 ഡേയ്സാണ് ഞങ്ങൾ മസായ് മാരയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായിരുന്ന സ്ഥലം. ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ലോഡ്ജിലുള്ള ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ, ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ലേക്ക് നാക്രു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നാക്രൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 3 to 4 hours ജേർണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അതിനു മുമ്പ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ മസായ് വില്ലേജ് കാണാനുള്ളൊരു പ്ലാനും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ട ഫസ്റ്റത്തെ കാഴ്ച ഇതായിരുന്നു കേട്ടോ. ഒരു ജിറാഫ് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നൊരു കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. കാരണം ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കണ്ടൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ മസായ് വില്ലേജിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ മസായ് ട്രൈബ്സാണ്. കുറച്ച് നേരം അവരുടെ പാട്ടും ഡാൻസൊക്കെ കണ്ടിട്ട് ഈ പുള്ളിക്കാരൻ ഞങ്ങൾ അവരുടെ വില്ലേജിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഇതാണ് അവരുടെ വില്ലേജ്. മസായ് ട്രൈബ്സ് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വില്ലേജിൽ എനിക്ക് തോന്നുന്നത് ഒരു 10-25 വീടോളം ഉണ്ടായിരുന്നു. ഇവർ ഈ വീട് ഉണ്ടാക്കുന്നത് മണ്ണും പുല്ലും അതുപോലെ തന്നെ ചാണകവും കൂട്ടിയിട്ടാണ് ഈ വീടുണ്ടാക്കുന്നത്. 3 മാസം എടുത്തിട്ടാണ് അവർ ഈ വീടുണ്ടാക്കുന്നത്. 10 വർഷം വരെയൊക്കെ ഈ വീട് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരും പുറത്ത് വന്നിരുന്ന് വർത്തമാനം പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ ട്രൈബ്സ് മെയിൻലി പശുവിനെ മേയ്ക്കലാണ് കേട്ടോ ജോലി. അപ്പോൾ അവർ ഈ കാട്ടിലൊക്കെ പോയിട്ട് പശുവിനെ മേയ്ക്കും. പശു അതുപോലെ തന്നെ ആട് ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ്, അതുപോലെ തന്നെ പശുവിൻ്റെ പാല്, ആടിൻ്റെ പാലും അതുപോലെ തന്നെ പശുവിൻ്റെ ചോരയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇത്തിരി കൗതുകമായിട്ട് തോന്നി. എങ്ങനെയാണ് ഇവരിങ്ങനെ, അപ്പോൾ പറഞ്ഞു ചോര കുടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പശുവിനെ സഫോക്കേറ്റ് ചെയ്തിട്ട് ഏതോ ഒരു ഞരമ്പ് മുറിച്ചിട്ടാണ് ചോര കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പശുവിനെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ 3 മുറികളാണ് മെയിനായിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറുന്നതാണ് ലിവിങ് റൂം.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റിയോ വെട്ടമോ വെളിച്ചമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കയറി നിൽക്കുന്ന ആ സ്ഥലമാണ് അവരുടെ ലിവിങ് റൂം. ചെറിയൊരു പലക അവിടെ കാണുന്നില്ലേ, അവിടെയാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കുക. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ അധികം സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കാം രാവിലെയൊക്കെ എല്ലാവരും പുറത്തവിടെ ഇരുന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ബീഡ് വർക്ക്സൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നതും സ്ത്രീകൾ. അതിൻ്റെ അപ്പുറത്താണ് ഈ കാണുന്നതാണ് ഈ തീ കത്തുന്ന ഭാഗമാണ് അടുക്കള. അപ്പോൾ അടുക്കളയിൽ വെളിച്ചം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചുമരിലൊരു ദ്വാരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ വെളിച്ചം വരുന്നത്. ആ വെളിച്ചത്തിലാണ് അവർ കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ചെറിയ ബെഡ്റൂം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു ഏരിയ. അവിടെയാണ് കുട്ടികളെ കിടത്താന്ന് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ വെച്ചിരിക്കുന്നത്. അവിടെ മക്കളൊക്കെ അവിടെയാണ് കിടക്കുക. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒരു കബോർഡ് പോലെയൊക്കെയുള്ള ഇതൊക്കെ അടുക്കളയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബെഡ് പോലെ കണ്ടിട്ടില്ലേ, ഇവിടെയാട്ടോ മക്കളെ കിടത്തുന്നത്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ റൂമാണ്, ഇവിടെയാണ് അച്ഛനമ്മയും കിടന്നുറങ്ങുന്ന റൂം. അതായത് മെയിൻ നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന ആ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അവർ പുതപ്പൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു കാലാവധി 10 വർഷത്തോളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകളാണ് ഈ വീട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ തന്നെയും പുരുഷന്മാർ 8 പശുവിനെ കൊടുത്താലാണ് ഒരു സ്ത്രീനെ കിട്ടത്തുള്ളൂ. നമ്മൾ പുരുഷധനം കൊടുക്കുക എന്ന് പറയില്ലേ, അതാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ ആചാരം. അങ്ങനെ സ്ത്രീ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മറ്റ് സ്ത്രീകളോട് കൂടിയിട്ടാണ് വീടുണ്ടാക്കുക. അതുപോലെ തന്നെ ഒരാൾക്കൊരു 5 ഭാര്യമാർ, പോളിഗാമി അനുവദിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവർ. അപ്പോൾ ഇവർ എങ്ങനെയാണ് തീ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ 2 വിറകിൻ്റെ കഷ്ണങ്ങൾ, താഴെ ഇരിക്കുന്നത് ഒലിവിൻ്റെ പീസ എന്ന് പറഞ്ഞു, മുകളിലിരിക്കുന്നത് സാൻഡ് പേപ്പർ ട്രീന്ന് എടുത്തിട്ടുള്ള വടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരത് രണ്ടും കൂടി തിരിച്ചിട്ട് എങ്ങനെയാണ് തീ ഉണ്ടാക്കി കാണിച്ചു തരാനാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വന്നു. അവർ ഈ ഒലിവിൻ്റെ ഈ ഒരു പീസ് ഒരു കത്തിയുടെ മുകളിൽ വെച്ചിട്ട് അവരിങ്ങനെ തിരിക്കുക. അത്യാവശ്യം നല്ല ബലവും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് തിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തീ വരുള്ളൂ. കുറേ നേരത്തെ ശ്രമം അവർ തന്നെ എടുത്തു. കുറേ നേരം ഇങ്ങനെ തിരിച്ച് മാറി മാറി ആൾക്കാരൊക്കെ വന്ന് മാറി തിരിച്ചിട്ടാണ് അതിൽ നിന്ന് കുറച്ച് പുകയൊക്കെ വന്നു കേട്ടോ. അവസാനം കുറേ നേരത്തെ അധ്വാനത്തിൻ്റെ ഒടുവിൽ, കുറേ നേരമൊന്നും എടുത്തില്ല, ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും. അതുപോലെ പുക വന്നു. അങ്ങനെ പുക വന്നിട്ട് ആ കത്തിമേന്ന് വന്ന പുക അവർ ആ ഒരു പുല്ലുമേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ഊതി തീ പിടിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് അവർ പണ്ട് തീ പിടിപ്പിച്ചിരുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർക്ക് റെയർലി ആണ് മലേറിയൊക്കെ പിടിക്കുള്ളൂ. കാരണം അവർ കാട്ടിൽ നിന്നുള്ള മരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരിപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിലൊന്നും പോകത്തില്ല. മിഡ് വൈഫ്സ് ആണ് എപ്പോഴും പ്രസവെടുക്കുന്നത്. അങ്ങനെ മോഡേൺ വേൾഡിനോട് യാതൊരു വിധത്തിലുള്ള അധികം ബന്ധങ്ങളൊക്കെ പുലർത്താത്ത ഒരു ട്രൈബ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരുപാട് ലൈഫ് സ്പാൻ ഒരുപാട് കൂടുതലാണെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞത് കേട്ടോ. ഇവരുടെ മക്കളൊക്കെ അവിടെ അടുത്തുള്ള സ്കൂളിലൊക്കെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ ഫീസൊക്കെ കൊടുക്കണം. അതിൻ്റെ കുറച്ച് ദൂരെയാണ് സ്കൂള്. അപ്പോൾ മക്കൾക്ക് ഉച്ചവരെയുള്ളൂ സ്കൂള്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മക്കളും അവിടെ വന്നിരുന്ന് കൂട്ടത്തോടെ ഇരുന്ന് കളിക്കലും എല്ലാവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വല്ലാത്തൊരു നമ്മൾ കാണാത്ത തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു കേട്ടോ അവരുടെ. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് ലൈഫാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്പുകൾ. അപ്പോൾ ഇത് മെയിനായിട്ട് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഷോപ്സാണ്. അപ്പോൾ ഈ ഇതിലത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് സ്ത്രീകൾ അവിടെ ഇരുന്ന് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ കടകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുടെ കടകളാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളത്. പക്ഷേ അങ്ങനെ അവിടെ ഒരാളായിട്ടോ ഒന്നുമില്ല. കാരണം ഫൈനലി അവർക്ക് കിട്ടുന്ന പൈസകളൊക്കെ അവർ വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ആനുകൂല്യം അവർക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതിലത്തെ സംഭവങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വില അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കതും അവർ US ഡോളറിലാണ് അവർ വില പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് 2-3 സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ മസായി വില്ലേജിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ മക്കളോടൊക്കെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ.
അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങളിനി പോകുന്നത് നക്രു എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ് കേട്ടോ. അവിടെയും ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു നാഷണൽ പാർക്കുണ്ട്. മസായ് മാരയുടെ അത്രയുമുള്ള ഒരു നാഷണൽ പാർക്കല്ല, മസായ് മാരയുടെ 4 വലിപ്പമുള്ള നാഷണൽ പാർക്ക്. പക്ഷേ അവിടെ നമ്മൾക്ക് റൈനോസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ യാത്ര. അത്യാവശ്യം ദൂരമുണ്ട്, ഒരു 3 hours 3.5 hours ജേർണി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാൻഡ്സ്കേപ്പൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പോകുന്ന വഴി ഭയങ്കര പച്ചപ്പും അതുപോലെ തന്നെ കുറേ വെജിറ്റേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും ഇവിടെ ഇവർ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ചോളമാണ്. നമ്മുടെ നാട്ടിൽ ചോറ് കഴിക്കുന്ന പോലെ തന്നെ ഇവർ കഴിക്കുന്നത് ചോളമാണ്. ഫൈനലി ഞങ്ങൾ നക്രുവിലുള്ള ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഞാൻ ദേ മുഖമൊക്കെ ഒന്ന് ഫ്രഷായിട്ട് കഴുകാണ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ റൂം. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഈ ഹോട്ടൽ റൂമിൽ ഇരുന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഈവനിങ് പിന്നെയും ഞങ്ങൾ ലേക്ക് നക്രുവിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി ഞങ്ങളിത് ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയും ബുഫേ തന്നെയായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവിടെയും. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റൂമിലൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു 4 o'clock ആകുമ്പോൾ ഞങ്ങൾ ലേക്ക് നക്രുവിലേക്ക് ഗെയിം ഡ്രൈവിന് വേണ്ടിയിട്ട് പോകും.